ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. +1 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്ട്രെയിറ്റ് ലൈൻസ്. ഒത്തിരി വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും സ്ട്രെയിറ്റ് ലൈൻസ് തന്നെയാണ്. ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് കണ്ട് ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനിൽ ഒത്തിരി വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രീവിയസ് എക്സാമിനേഷന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാത്ത അല്ലെങ്കിൽ മിസ്ലേനിയസ് എക്സസൈസിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ഷുവർ ക്വസ്റ്റ്യൻസും സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. Consider the points A -2, -3 and B 1, 6. First part, find equation of the line passing through A and B. Second one, find equation of the line passing through 2, 1 and perpendicular to AB. Third part, find the foot of the perpendicular. ആദ്യത്തെ രണ്ട് പാർട്ടും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതേസമയം ഇമ്പോർട്ടൻറ്റുമാണ്. തേർഡ് പാർട്ട് മാത്രമാണ് ഒരു വ്യത്യസ്തതയുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. സോ ആദ്യം ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കറിയാം, 2 പോയിന്റ് ഉണ്ടെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ കാണുന്ന ഫോർമുല y - y1 y2 - y1 x - x1 x2 - x1. ആദ്യത്തെ പോയിന്റ് ഇതാണ് x1, ഇത് y1, ഇത് x2, ഇത് y2. ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. y - y1 that is 6 divided by y2 - y1 -3 - 6 that is -9 equal to x - x1 that is 1 divided by x2 - x1 -2 - 1 എന്ത് കിട്ടും? -3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. -3 into y - 6 that is -3y plus 18 equal to ഈ -9 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -9x plus 9 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3x minus y plus 3 equal to 0, which is the equation of the line AB. First part കിട്ടിക്കഴിഞ്ഞു. Next, second part, find equation of the line passing through 2, 1 and perpendicular to AB. നമുക്ക് പുതുതായിട്ട് കാണേണ്ട ലൈനിലെ ഒരു പോയിന്റ് 2, 1. ഇനി സ്ലോപ്പ് കൂടെ കണ്ടാൽ മതി. സ്ലോപ്പ് കാണുന്നതിന് വേണ്ടി നേരത്തെ കണ്ടെത്തിയ ലൈനിന്റെ സ്ലോപ്പ് ആദ്യം കണ്ടെത്തുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ലോപ്പ് കണ്ടെത്തിയാൽ റിക്വയർഡ് ലൈനിന്റെ സ്ലോപ്പ് ആയി കഴിഞ്ഞു. അപ്പം അതിനുവേണ്ടി സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ ഇതാണ്. ഈ ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടെത്താം? ഫോർമുല മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. ഒത്തിരി വ്യത്യസ്തമായ ഫോർമുലകളുണ്ട്, ഇതാണ് സിമ്പിൾ. സോ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ദറ്റ് ഈസ് 3 -3 ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ ദറ്റ് ഈസ് -1. സിംപ്ലിഫൈ ചെയ്തപ്പോൾ 3. സ്ലോപ്പ് ഓഫ് എ ബി കിട്ടി. എങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി കാണുന്ന ഫോർമുല -1/m. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു എ ബി കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? -1/3. അപ്പോൾ നമുക്ക് കാണേണ്ട ലൈനിലെ ഒരു പോയിന്റ് അറിയാം, കാണേണ്ട ലൈനിന്റെ സ്ലോപ്പും അറിയാം. എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണുന്ന ഫോർമുല y - y1 equal to m into x - x1. സോ ഗിവൺ പോയിന്റ് 1, 2 എന്നായിരുന്നു അല്ലേ? പുതുതായിട്ട് കാണേണ്ട ലൈനിലെ ഒരു പോയിന്റ് 1, 2 ആണോ? നോക്കി. പുതുതായിട്ട് കാണേണ്ട ലൈനിലെ പോയിന്റ് 2, 1. അപ്പോൾ x1 to y1 എന്താണ്? 1 ആണ് കേട്ടോ. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y - 1 ഈക്വൽ ടു സ്ലോപ്പ് എന്തായിരുന്നു? -1/3 ഇൻറ്റു x - 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3y - 3 ഈക്വൽ ടു -x plus 2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x plus 3y - 5 ഈക്വൽ ടു 0. തേർഡ് പാർട്ട്,
ഫൈൻഡ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എ ബി അല്ലെ. എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. അപ്പോൾ എന്താണ്, ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ അല്ലെ. ഈ പോയിന്റ് കണ്ടെത്തണം. ഈ പോയിന്റ് കണ്ടെത്തണമെങ്കിൽ ഈ രണ്ട് ലൈനും തമ്മിൽ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ആദ്യം എ ബി എന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടു, രണ്ടാമത് ഈ എൽ എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിൽ സോൾവ് ചെയ്യുക. ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്യുക. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എബവ് ടു ലൈൻ ഗീവ്സ് ദ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x - 3y + 9 = 0 എന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ എഴുതുക, x + 3y - 5 = 0. ഇപ്പോൾ ഇവിടെ കോഎഫിഷ്യന്റ് സെയിം ആക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 10x ഇത് 0 ആയി പോകും, +4 = 0, 10x = -4, x -2/5. ഈ എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഇവിടെ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എക്സിന്റെ വാല്യൂ -2/5 + 3y = 5. 3y = 5 + 2/5, 25 + 2 27/5 എന്ന് കിട്ടും. y = 9/5. സോ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്താണ്, -2/5, 9/5. മുൻകാലങ്ങളിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, സമീപകാലത്ത് ചോദിക്കുന്നില്ല. പക്ഷേ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് പോവുക. ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻസ് which cut off intercepts on the axis whose sum and product are 1 and -6 respectively. അല്ലേ, ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം x/a + y/b = 1. അവിടെ a എന്ന് പറയുന്നത് x ഇന്റർസെപ്റ്റ്, b എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ്. ഈ ഇന്റർസെപ്റ്റുകളുടെ സം, അതായത് a + b ആണ് 1 എന്ന് തന്നിട്ടുള്ളത്. ആ ഇന്റർസെപ്റ്റുകളുടെ പ്രോഡക്റ്റ് ab ആണ് -6 എന്ന് തന്നിട്ടുള്ളത്. എങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. But let a and b the x and y intercept given a + b1 ab -6. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6. വാട്ട് ആർ ദ നമ്പേഴ്സ് അല്ലേ, നമുക്ക് ഗസ് ചെയ്ത് എഴുതാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ്. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അപ്പോൾ a3 b എന്താണ് -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 കിട്ടി. അപ്പോൾ ഒരു സാധ്യത ഇതാണ്. മറ്റൊരു സാധ്യത ഇനി തിരിഞ്ഞ് a -2 b = എന്താണ് 3. അപ്പോഴും ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6. സോ ഇക്വേഷൻ ഓഫ് ദ ലൈൻ x/a + y/b = 1. ആദ്യത്തെ കേസിൽ x/3 + y/-2 = 1. ഓർ സെക്കൻഡ് കേസിൽ x/-2 + y/3 = 1. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം, നിർബന്ധം ഇല്ല. ഇങ്ങനെ എഴുതിയാലും എക്സാമിനേഷന് മാർക്ക് കിട്ടും. നെക്സ്റ്റ്, പ്രീവിയസ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ലൈൻസ് L1 and L2. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ L1 and L2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ലൈൻ്റെയും സ്ലോപ്പ് കാണുക, എന്നിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ഒന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പ് -കോഎഫിഷ്യന്റ് ഓഫ് x ബൈ കോഎഫിഷ്യന്റ് ഓഫ് y അപ്ലൈ ചെയ്യുമ്പോൾ -1/2 എന്ന് കിട്ടും. അതേപോലെ രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പും കാണുക. അപ്പോൾ ഒന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പ് m1 കോഎഫിഷ്യന്റ് ഓഫ് x -2/1, ദാറ്റ് ഈസ് എന്താണ് -2. രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പ് കോഎഫിഷ്യന്റ് ഓഫ് x, ദാറ്റ് ഈസ് -2 ബൈ കോഎഫിഷ്യന്റ് ഓഫ് y -1. ആൻസർ എന്ത് കിട്ടി? 2. ആംഗിൾ കാണുന്ന ഫോർമുല tan θ = m2 - m1 by 1 + m1 m2 = m2 - m1, 2 - -2, 2 + 2 by 1 + m1 × m2. അപ്പോൾ 1 - 4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4/3 എന്ന് കിട്ടും. tan θ = 4/3 അങ്ങനെ എഴുതിയാൽ മതി. കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് L1 and L2 which makes an angle 45 degree with the positive direction of x-axis. ഇങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ ഇന്റർസെക്ഷൻ ഓഫ് L1 and L2 എന്ന് പറഞ്ഞാൽ ആദ്യം ഈ രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടെത്തണം. അതിനുവേണ്ടി ഇവ തമ്മിൽ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഇവ തമ്മിൽ സോൾവ് ചെയ്യുക. രണ്ട് തമ്മിൽ ആഡ് ചെയ്താൽ മതി. 4x = 6, x = 3/2. ഈ എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ y-യുടെ വാല്യൂ 1. സോ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ത് കിട്ടി? 3/2, 1 അല്ലേ, x, y. ഇനി നമുക്ക് കാണേണ്ടത് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈനിന്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പോൾ പോയിന്റ് കിട്ടി. അടുത്ത സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കാണുന്നതിന് വേണ്ടി പോസിറ്റീവ് ഡയറക്ഷനിലുള്ള
ആംഗിൾ 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്, അതായത് തീറ്റ 45 ഡിഗ്രി. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് തീറ്റ തന്നാൽ, ആംഗിൾ തന്നാൽ സ്ലോപ്പ് കാണുന്ന ഫോർമുല ടാൻ തീറ്റ. അപ്പോൾ m ഈക്വൽ ടു ടാൻ 45, ദാറ്റ് ഈസ് 1. അപ്പോൾ സ്ലോപ്പ് കിട്ടി, പോയിന്റ് കിട്ടി. നൗ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് എന്താണ് ഫോർമുല? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. x1 എന്ന് പറഞ്ഞാൽ 3/2, y1 1, m എന്ന് പറയുന്നത് 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y മൈനസ് 1 ഈക്വൽ ടു 1 ഇൻറ്റു x മൈനസ് 3/2. y മൈനസ് 1 ഈക്വൽ ടു x മൈനസ് 3/2. എല്ലാം സിംപ്ലിഫൈ ചെയ്ത് ഒരു സൈഡ് കൊണ്ടുവരിക. x മൈനസ് y ഈക്വൽ ടു എന്ത് കിട്ടും? 1/2. വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. ഇത്രയും മാത്രം എഴുതിയാലും മതി. നെക്സ്റ്റ്, ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ് ഓഫ് ദ എബവ് ലൈൻ. മുകളിൽ തന്നിട്ടുള്ള ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും എഴുതുക. അപ്പോൾ എന്താണ് ഫോർമുല? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇതിനെ ഇവിടെ റൈറ്റ് സൈഡിൽ 1 ആക്കണം. അപ്പോൾ ഓരോന്നിനെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് ബൈ 1/2, അടുത്ത് പ്ലസ് y ബൈ 1/2. ഈ സെൻറ്ററിലെ മൈനസ് ആണ് താഴോട്ട് ചെയ്തത്, ഈക്വൽ ടു 1. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോർമുല എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് 1/2, വൈ ഇന്റർസെപ്റ്റ് മൈനസ് 1/2. ഇത് സിംഗിൾ പ്രോബ്ലം ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിലില്ല, എന്നാൽ പ്രീവിയസ് എക്സാമിനേഷൻ ഇങ്ങനെയാണ് ചോദിക്കാറ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്നത്. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ ലൈൻ. ഒരു വലിയ ലൈനാണ്. കെ മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 മൈനസ് കെ സ്ക്വയർ ഇൻറ്റു വൈ പ്ലസ് കെ സ്ക്വയർ മൈനസ് 7k പ്ലസ് 6 ഈക്വൽ ടു 0 ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. നമുക്കറിയാം, ഒരു ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് 0. അപ്പോൾ കെയുടെ വാല്യൂ കാണാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ സ്ലോപ്പ് ഈക്വൽ ടു 0. സ്ലോപ്പ് കാണുന്ന ഫോർമുല മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ. അപ്പോൾ എന്താണ് ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് കെ മൈനസ് 3 ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ എന്ന് പറയുന്ന മൈനസ് ഓഫ് 4 മൈനസ് കെ സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം? 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ മൈനസ് 3 ഈക്വൽ ടു 0, കെ ഈക്വൽ ടു എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ റൈറ്റ് ബൈസെക്ടർ ഓഫ് ദ ലൈൻ സെഗ്മെന്റ് joining the points 3,4 and minus 1,2. ഇത് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം we have to find midpoint of these 2 points. ഈ 2 പോയിന്റിന്റെ മിഡ് പോയിന്റ് കണ്ടെത്തുക. അതായത് ആദ്യത്തെ പോയിന്റ് എ എന്ന് കൊടുക്കുന്നു, രണ്ടാമത്തെ പോയിന്റ് ബി എന്ന് കൊടുക്കുന്നു. എ ബിയുടെ മിഡ് പോയിന്റ് കാണുക. മിഡ് പോയിന്റ് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റ് 3 മൈനസ് 2/2 എന്ന് കിട്ടും, y കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ 6/2, ദാറ്റ് ഈസ് 1,3. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇക്വേഷൻ ഓഫ് ദ റൈറ്റ് ബൈസെക്ടർ ഓഫ് ദിസ് ലൈൻ സെഗ്മെന്റ് എ ബി. അപ്പോൾ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ, അത് ഈ എ ബിയെ ബൈസെക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ആ പോയിന്റ് നമ്മൾ മിഡ് പോയിന്റ് ഫോർമുലയായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് കാണേണ്ട ലൈൻ എന്ന് പറയുന്നത് L ആണ്. അതിലെ ഒരു പോയിന്റ് അറിയാം. ഇനി ഇതിന്റെ സ്ലോപ്പ് കാണണം. അതിനുവേണ്ടി ആദ്യം എ ബി എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് കാണുക. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി 2 പോയിന്റ് നമുക്കറിയാമല്ലോ. അപ്പോൾ സ്ലോപ്പ് കാണുന്ന ഫോർമുല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ എന്താണ് y2 മൈനസ് y1 4 മൈനസ് 2 2 ബൈ x2 മൈനസ് x1 3 മൈനസ് 3 പ്ലസ് 1 4. സോ ആൻസർ 1/2. ഇത് സ്ലോപ്പ് ഓഫ് എ ബി ആണ്. എങ്കിൽ സ്ലോപ്പ് ഓഫ് എൽ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ കാണുന്ന ഫോർമുല റെസിപ്രോക്കൽ എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിന്റെ റെസിപ്രോക്കൽ 2, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കാണേണ്ട ലൈനിന്റെ സ്ലോപ്പ് -2, കാണേണ്ട ലൈനിലെ പോയിന്റ് 1,3. എങ്കിൽ ഇക്വേഷൻ ഓഫ് ദ റൈറ്റ് ബൈസെക്ടർ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇത് x1, ഇത് y1, ഇതെന്താണ് m എന്താണ്? -2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x പ്ലസ് y മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ ലൈൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് കാണണമെങ്കിൽ ആദ്യം തന്നിട്ടുള്ള ലൈൻസ് പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് സെയിം ആണോ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആണോ എന്ന് നോക്കുക. ഇവിടെ സെയിം ആണ് എങ്കിൽ ഇതാണ് C1, ഇതെന്താണ് C2. എയും ബിയും എന്താണ്? എ എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് 3, ബി എന്ന് പറയുന്നത് വൈയുടെ കോഎഫിഷ്യന്റ് -4. അപ്പോൾ A3 B -4, C1 7, C2 5. ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല C2 മൈനസ് C1 ബൈ റൂട്ട് ഓഫ് S സ്ക്വയർ പ്ലസ് B സ്ക്വയർ, അല്ലെങ്കിൽ C1 മൈനസ് C2 ബൈ റൂട്ട് ഓഫ് S സ്ക്വയർ പ്ലസ് B സ്ക്വയർ. 7 മൈനസ് 5 ബൈ റൂട്ട് ഓഫ് S സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ആൻസർ 2/5 എന്ന് കിട്ടും.
Next question. The slope of a line is double of the slope of another line. If tangent of the angle between them is 1/3, find slope of the lines. അപ്പോൾ എന്താണ്? The slope of a line is double the slope of another line. ഒരു ലൈനിന്റെ സ്ലോപ്പ് എം എന്നിരിക്കട്ടെ എങ്കിൽ അനദർ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? അതിന്റെ ഡബിൾ 2m. ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എം, രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് 2m. ഇനി ടാൻജന്റ് ഓഫ് ദ ആംഗിൾ 1/3 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടാൻ തീറ്റ ഈക്വൽ ടു 1/3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടാൻ തീറ്റ കാണുന്ന ഫോർമുല ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് അല്ലേ? എന്താണ്? m2 മൈനസ് m1. m2 എന്ന് പറയുന്നത് 2m മൈനസ് m1 എന്ന് m. അപ്പൊ 2m മൈനസ് m ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2 ഇവയുടെ പ്രോഡക്റ്റ്. അപ്പൊ 2m² ഈക്വൽ ടു 1/3. 2m എന്ന് m വെച്ചാൽ m ബൈ 1 പ്ലസ് 2m² ഈക്വൽ ടു 1/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3m ഈക്വൽ ടു 1 പ്ലസ് 2m². സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2m² മൈനസ് 3m പ്ലസ് 1 ഈക്വൽ ടു 0 വിച്ച് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോൾവ് ചെയ്യുക. m ഈക്വൽ ടു മൈനസ് ബി, അപ്പോൾ മൈനസും മൈനസും പ്ലസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac. a എന്ന് പറഞ്ഞാൽ 2, c എന്ന് പറഞ്ഞാൽ 1 ബൈ 2a. 2 ഇൻറ്റു 2 4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 പ്ലസ് ഓർ മൈനസ് 1/4 ദാറ്റ് ഈസ് 3 പ്ലസ് 1 4/4. 1 അല്ലെങ്കിൽ 1/2. അപ്പോൾ ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് 1 ആണെങ്കിൽ രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് 2. ഓർ അല്ലെങ്കിൽ ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് 1/2 ആണെങ്കിൽ രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? 1. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഏറ്റവും അവസാനം 2 ക്വസ്റ്റ്യൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആക്ച്വലി സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷം അത് ഷുവർ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മസ്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ പഠിക്കുക. കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ ആണ്, അതിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ വർഷത്തെ മോഡൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ട്രിഗണോമെട്രിയും സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്റർ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തമായ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.